സർ, നിലമ്പൂരിൽ പ്രചാരണ ചൂടിലാണ് എല്ലാവരും. അതതിന്റെ അവസാന ലാപ്പിലേക്ക് നീങ്ങുകയാണ്, നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ടോ കോൺഗ്രസ് തരൂരിനെ വേണ്ട വിധത്തിൽ ഗൗനിക്കുന്നില്ല, അല്ലെങ്കിൽ തരൂരിനോടുള്ള അനിഷ്ടം തുറന്ന് പ്രകടിപ്പിക്കുകയാണ്. പ്രിയങ്ക വാദ്രയെ എന്താ പറയാ, അത്തരത്തിൽ ഒരു അവർക്ക് പ്രസംഗിക്കാൻ ഒരിടം നൽകുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് ചെവി കൊടുക്കുമ്പോഴും കോൺഗ്രസ് തരൂരിനെ പോലെ ഒരാളെ കേൾക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു തിരിച്ചു വന്നതിന് ശേഷം, അതായത് വിദേശ പര്യടനം കഴിഞ്ഞ ശശി തരൂരും സംഘവും ഇന്ത്യയിൽ എത്തിയതിനു ശേഷം തരൂർ പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് കോൺഗ്രസിൽ തരൂരിനെതിരായ ഒരു ശീതയുദ്ധം ആരംഭിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എത്രത്തോളം ശരിയാണ് ഇത്തരം കാര്യങ്ങൾ? അങ്ങനെ കോൺഗ്രസ് തരൂരിനെതിരെ ഒരു ശീതയുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അങ്ങനെ സംശയിക്കേണ്ടി വരും നീതു. കാരണം നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂരിലെ പരസ്യ പ്രചരണം ഏതാണ്ട് അവസാനിക്കുകയാണ്. നാളെ കൊണ്ട് പരസ്യ പ്രചരണം തീരും. മൈക്ക് കെട്ടിവെച്ചുള്ള പ്രസംഗങ്ങളൊന്നും ഇനി അവിടെ ഉണ്ടാവുകയില്ല. നാളെ കൊണ്ട് അതെല്ലാം അവസാനിക്കും. പിന്നെ നിശബ്ദ പ്രചരണമാണ്. നിശബ്ദമായിട്ട് സംസാരിക്കാനൊക്കെയല്ല, പ്രസംഗിക്കാനൊക്കെയല്ല, വീട് കയറി വോട്ട് ചോദിക്കാം, അത്തരം കാര്യങ്ങളെ നടക്കുകയുള്ളൂ. അപ്പൊ ഇനിയും ചിലപ്പോ അതിനു വേണ്ടി തരൂരിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പരസ്യ പ്രചരണത്തിനോ അല്ലെങ്കിൽ അത്തരത്തില് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനോ ശശി തരൂരിനെ അനുവദിച്ചിട്ടില്ല. അത് സത്യമാണ്, നമ്മളെല്ലാവരും കണ്ടതുമാണ്. ഇനി നിശബ്ദമായിട്ട് അദ്ദേഹം മറ്റേ വീടുകളിൽ കയറിക്കോട്ടെ, പാർട്ടിയുടെ നിലപാടുകളൊക്കെ രഹസ്യമായിട്ട് പറഞ്ഞോട്ടെ, നാട്ടുകാരറിയണ്ട, അല്ലെങ്കിൽ പൊതുജനം അറിയണ്ട, വീട്ടുകാർ മാത്രം അറിഞ്ഞാൽ മതി, വോട്ട് ചോദിക്കുന്ന ആള് മാത്രം അറിഞ്ഞാൽ മതി എന്നൊരു നിലപാടാണോ കോൺഗ്രസ്സുകാർക്കെന്നുള്ളത് പറഞ്ഞുകൂടാ. എന്തായാലും നാളെ കൊണ്ട് കാര്യങ്ങളൊക്കെ അവസാനിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെയാണ്, മുമ്പേ നീതു സൂചിപ്പിച്ചത് കൃത്യമാണ്. അദ്ദേഹത്തോട് പറഞ്ഞത്, അദ്ദേഹം വിദേശ സംഘത്തോടൊപ്പം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായി വിദേശത്ത് പോയ ശേഷം, അല്ലെങ്കിൽ മടങ്ങി വന്ന ശേഷം, പ്രധാനമന്ത്രിയെ പ്രത്യേകം കണ്ട ശേഷം അദ്ദേഹത്തോട് വളരെ കർശനമായ നിലപാടാണ്. പ്രധാനമന്ത്രിയെ കാണുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു, കോൺഗ്രസ് കൊടുത്ത സംഘത്തിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വിളിച്ചു എന്നാണ് പറയുന്നത്. കാരണം കൊള്ളാവുന്നവരല്ലേ വിളിക്കാനൊക്കത്തുള്ളൂ. സംസാരിക്കാനും സംസാരിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകളെ അല്ലാതെ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. എന്തായാലും വിജയശ്രീലാനായിട്ടാണ് ആ സംഘങ്ങളെല്ലാം തിരിച്ചെത്തിയത്. അത് പ്രത്യേകിച്ച് തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം. എന്തിനാണ് അദ്ദേഹത്തോടെ ഈ വാശി? അദ്ദേഹത്തോട് എന്തിനാണ് ഈ വാശി, കൊതിക്കറിവ് എന്തിനാണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇന്നലെ പ്രിയങ്ക വാദ്രയെ പോലെയുള്ള വയനാടിന്റെ എം പിയാണ് അവര്, അതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും അങ്ങനെയൊക്കെയുള്ള ആളുകൾ പോലും അവിടെ വന്ന് റോഡ് ഷോയും പ്രകടനവും ഒക്കെ നടത്തി, പ്രസംഗിക്കുകയും ചെയ്തു. എന്നാലും ശശി തരൂരിനെ പോലെയുള്ള ഒരു സീനിയർ മോസ്റ്റ് അംഗത്തെ, സംസാരിക്കാൻ കഴിവുള്ള ഒരു സീനിയർ മോസ്റ്റ് അംഗത്തെ അവിടെ കൊണ്ടുവരികയില്ല. അദ്ദേഹത്തിന് അവിടെ പറഞ്ഞില്ലേ, ഊരി വിലക്കുന്നോ എന്നൊക്കെ പറയാം. അത്തരത്തിൽ അദ്ദേഹത്തെ വിലക്കിയിരിക്കുകയാണ്. താങ്കൾ അങ്ങോട്ട് വരണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കോൺഗ്രസ്സുകാരുടെ നിലപാടെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഒരുപക്ഷെ മറുകണ്ഠം ചാടി പോകുമെന്നോ എന്തൊക്കെയോ അവർ സംശയിക്കുന്നുണ്ടാകാം. അവരെ നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർത്തു പോകുന്നത്, ഞാൻ ശശി തരൂരിന്റെ കാര്യാവസ്ഥ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, മലയാളത്തിൽ 1967 ഒരു സിനിമ ഇറങ്ങിയിരുന്നു. നമ്മുടെ ശരീരനായ എം ടി വാസുദേവൻ നായരാണ്, അദ്ദേഹത്തിന്റെ നോവലായ അസുരവിത്ത് എന്ന് പറയുന്ന ഒരു നോവലിനെ ആസ്പദമാക്കി അദ്ദേഹം ഒരു സിനിമ 68 സിനിമ ഇറങ്ങുന്നത്. പ്രേം നസീർ, ശാരദ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നല്ലേ പ്രധാന കഥാപാത്രങ്ങൾ. അന്ന് അവർ സൂപ്പർ ഹീറോസ് ആണ്. അവരാണ് നായകന്മാരായിട്ട് അഭിനയിച്ചിരുന്നത്. ഈ ചിത്രത്തില് ഒരു ഹിന്ദു മുസ്ലിം മൈത്രിയുടെ കഥയാണ് അദ്ദേഹം പറയുന്നത്. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ കഥയാണ്. ഒരു ഹിന്ദു തറവാട്ടിലെ ഒരു ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ഒരു യുവാവ്, അദ്ദേഹത്തിന് അവിടുത്തെ കാരണവന്മാര് പറയുന്ന അനുസരിക്കുകയില്ല. അവർ റിബൽ സ്വഭാവമാണ് അദ്ദേഹത്തിന്റെ കാരണങ്ങൾ അത്രയും വിശദമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഈ കാരണവന്മാരുടെ കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കാതെ ഇദ്ദേഹത്തിന്റെ രീതിയിലേക്ക് അങ്ങ് പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അവർ പറഞ്ഞ ഒരു കാര്യങ്ങളും ഇദ്ദേഹം അനുസരിക്കുകയോ അവരുടെ ആജ്ഞയെ ശിരസാവഹിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ വന്ന ശേഷം ഇദ്ദേഹത്തെ തറവാട്ടിൽ നിന്ന് അവർ പുറത്താക്കാൻ തീരുമാനിച്ച സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു? നേരെ തറവാട്ടിൽ നിന്ന്, അന്ന് എതിർക്കാനൊന്നുള്ള സാധ്യതയില്ലല്ലോ, പഴയ കാലഘട്ടമല്ലേ, പുറത്തുപോയി അത് ഒരു മുസ്ലിം കുടുംബത്തിൽ അഭയം പ്രാപിച്ച ശേഷം അദ്ദേഹം മതം മാറി അബ്ദുള്ള എന്നാണെന്ന് തോന്നുന്നു, അബ്ദുള്ള എന്ന പേരില്
അദ്ദേഹം ജീവിക്കുകയാണ്. ഇപ്പൊ ഹിന്ദുവായ ഗോവിന്ദൻകുട്ടി അബ്ദുള്ളയായിട്ട് മാറിയ കഥയാണ് അത്. ഈ സമുദായ ഐക്യ സ്നേഹം എന്നൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എം ടി വാസുദേവൻ അങ്ങനെ ഒരു കഥ എഴുതിയത്. ഏതാണ്ട് ആ അവസ്ഥയിൽപ്പെട്ടിരിക്കുകയാണ് ശശി തരൂർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ ഈ ഇത്തരത്തിലുള്ള ഒരു മതപരമായ വിഷയത്തിലല്ലെങ്കിൽ നമുക്ക് അതിനെ അത്തരത്തിൽ ഉപമിച്ച് നോക്കാമെന്ന് തോന്നുന്നു. അദ്ദേഹം കോൺഗ്രസില് എത്ര ദിവസം കൂടി ഉണ്ടാകും? കോൺഗ്രസ് എന്ന വലിയ തറവാടിൽ അതിന്റെ അജ്ഞാനവർത്തികളായ ഉഗ്രപ്രതാപികളായ ആളുകളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഇനി എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും ഒക്കെ കണ്ടു കഴിയുമ്പോഴേ നമുക്ക് അതിന്റെ റിസൾട്ടൊക്കെ വന്ന ശേഷമേ അറിയാൻ പറ്റുകയുള്ളൂ. അതേപോലെ ഇനി അങ്ങോട്ട് പോകും. എന്തായാലും കോൺഗ്രസിന് അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു കക്ഷിയിൽ തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. കാരണം അദ്ദേഹം കഴിവുള്ള ആളാണല്ലോ, വളരെ കഴിവുള്ള ആളാണ്. ഒരിടത്തല്ലെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അക്കോമഡേഷൻ ഉണ്ടാകും. ഒരുപക്ഷെ ഇപ്പൊ തന്നെ അത്ര ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത്തരത്തില് മറ്റൊരു അബ്ദുള്ളയായിട്ട് അദ്ദേഹം മാറുമോ, അല്ലെങ്കിൽ അതേപോലെ ഒരു മാറ്റം അദ്ദേഹത്തിൽ സംഭവിക്കുമോ എന്നുള്ളത് ദിവസങ്ങൾക്കകം നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മാതൃഭൂമി പത്രത്തിലാണ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കേണ്ടത് തന്നെയാണ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ വിവരമുള്ള ആളുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ്. എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതെന്ന് നോക്കുക. കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പോയത് ഒരു കോൺഗ്രസ്സുകാരനായിട്ട് തന്നെയാണ്. കോൺഗ്രസിന്റെ സീനിയർ മെമ്പറാണ്, തിരുവനന്തപുരത്ത് നിന്നുള്ള സീനിയർ മെമ്പറാണ് ഞാൻ, പാർലമെന്റ് അംഗമാണ് ഞാൻ. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ പരമാധികാര സഭകളിലൊക്കെ പ്രാതിനിധ്യമുള്ള ആളാണ്, അന്തർദേശീയ തലത്തിലും പ്രസിദ്ധനായ ആളാണ്. അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടുത്തെ കോൺഗ്രസ്സുകാർ എന്തുവായി പറയുന്നത് എന്നുള്ളത്. ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ അതിനകത്തുണ്ടോ, തരംതിരിവുകളുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ദേശീയത, ഒരു ഇന്ത്യക്കാരൻ, ഒരു ഭാരതീയൻ എന്ന് പറഞ്ഞ ഒരു സങ്കല്പമേ നമുക്കുള്ളൂ. പക്ഷെ ഇവിടെ കോൺഗ്രസ്സുകാർ പറയുന്നത് കോൺഗ്രസിനൊരു ദേശീയതയുണ്ടെന്നാണ്. കോൺഗ്രസിനൊരു ദേശീയത, BJP എതിർപക്ഷത്തുള്ള BJPയുടെ വേറൊരു ദേശീയതയാണ്, CPM ഇടതുപക്ഷ പാർട്ടികൾക്കൊക്കെ മറ്റൊരു ദേശീയതയാണ്, DMKക്ക് മറ്റൊരു ദേശീയതയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഡിവിഷൻസ് ഇതിനകത്ത് ഉണ്ടാക്കി അങ്ങനെയുള്ള രീതിയിൽ അതിനെ മുതലെടുക്കാനായിട്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ സങ്കടത്തോടുകൂടി ഭാഷ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഭാഷയിൽ തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊന്നും ഇന്ത്യയിൽ പുതുമയുള്ള കാര്യങ്ങളല്ല. നമ്മുടെ രാജ്യത്തിന്റെ കാര്യം, നമ്മുടെ ദേശം അപകടത്തിലാകുന്ന സമയത്ത് അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാനായിട്ടും, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് ഒരു ഇത്തരത്തിലുള്ള ബാഡ്മാർക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് പുറത്തേക്ക് പോകേണ്ടി വരും. അങ്ങനെയുള്ള കാലകാലങ്ങളായിട്ട് അത്തരം കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇതിനെ എന്തോ പുതുമ, ഞാൻ പോയത് എന്തോ പുതുമ എന്നുള്ളൊരു മട്ടിലാണ് ഇവരൊക്കെ അത് അവതരിപ്പിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ എന്നെ കൊല്ലാൻ കാത്തിരിക്കുക ആണോ എന്നുള്ള മട്ടിലാണ് ആ ലേഖനം വന്ന് അവസാനിക്കുന്നത്. വളരെ വിശദമായൊരു ലേഖനമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് മറ്റൊരു ദേശ സ്നേഹി തരൂരിന്റെ വാക്കുകളെ അർത്ഥവത്താക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ ഒരു പ്രസ്താവന, അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടതാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള IPS-കാരനായ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ശ്രീ അണ്ണാമലൈ IPS ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ച്, നമ്മുടെ ദേശസ്നേഹത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, നമ്മുടെ രാജ്യത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, നമ്മുടെ നാടിനെ സ്നേഹിക്കേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് 1.5 കോടി അല്ലെ 2 കോടി രൂപ വിലയുള്ള വീടുണ്ട്, എന്റെ കാറിന് 50 ലക്ഷം രൂപ 60 ലക്ഷം രൂപ കാറുണ്ട്, എന്റെ മക്കളൊക്കെ വിദേശത്താണ്, കാനഡയിലും ബ്രിട്ടനിലും അമേരിക്കയിലൊക്കെ പഠിക്കുകയാണ്. അപ്പൊ ഞാൻ വളരെ സുരക്ഷിതനാണ്, എന്റെ രാജ്യത്ത് ഞാൻ വളരെ സുരക്ഷിതനാണ്, എനിക്കിനി ആരെയൊന്നും ഭയപ്പെടാനില്ല, പേടിക്കാനില്ല, എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, എനിക്ക് ഇഷ്ടം പോലെ അഭിപ്രായങ്ങൾ പറയാം എന്നുള്ള ധാരണ ചില ആളുകൾക്കുണ്ട്. അത് തെറ്റാണെന്നാണ് അണ്ണാമലൈ പറയുന്നത്. നിങ്ങളുടെ രാജ്യത്ത് പുറത്തു നിന്നൊരു ഒരു മിസൈലോ ഒരാക്രമണമോ ഉണ്ടാകുന്നത് വരെ നിങ്ങൾ സേഫ് ആകുന്നുള്ളൂ. ഒരു പുറം രാജ്യം ആക്രമിക്കുന്നത് വരെ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ വീടും കാറും മക്കളും എല്ലാം നിങ്ങൾ സുരക്ഷിതരാകുന്നുള്ളൂ. നമ്മൾ കണ്ടില്ലേ, ഹരിയാന പഞ്ചാബ് ബോർഡറിൽ അവിടെ വരെ വന്ന് വീണു. അവരുടെ നമ്മൾ പ്രതിരോധിച്ചു, നമ്മൾ പറഞ്ഞില്ലേ, അവരെ നിഷ്പ്രഭമാക്കി കളഞ്ഞു. പക്ഷേ എങ്കിൽ പോലും 1-2 മിസൈലുകളോ ഡ്രോണുകളോ അവിടെ വന്ന് വീണ് നമ്മുടെ. അപ്പൊ ഗുജറാത്തില് കച്ച് തീരത്ത് 1-2 വേണമെന്നാണ് പറയുന്നത്. അത്രയൊക്കെ നമുക്ക് ഉണ്ടായുള്ളൂ, ചെറിയ ചെറിയ ഡാമേജുകളാണ്. പക്ഷേ പോലും ആശങ്കയുണ്ടായി, രാജ്യത്തിന് ആശങ്കയുണ്ടായി. ആ ആശങ്ക തന്നെയാണ് അണ്ണാമല പങ്കുവെച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള സുരക്ഷിതത്വം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ രാജ്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് എല്ലാ കാര്യങ്ങളിലും.
അപ്പൊ അത്തരത്തിലുള്ള ദേശീയ വീക്ഷണമുള്ള രാജ്യസ്നേഹമുള്ള നേതാക്കന്മാര് അവര് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ കോൺഗ്രസിന്റെ ആളുകൾക്ക് അവരുടെ രാഷ്ട്രീയം കൊണ്ടായിരിക്കാം, രാഷ്ട്രീയത്തിന്റെ തിമിരം ബാധിച്ചത് കൊണ്ടായിരിക്കാം, അവർക്കിതൊന്നും മനസ്സിലാകുന്നില്ലെന്നാണ് തോന്നുന്നത് ഇതുവരെയുള്ള അവരുടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും. പിന്നെ തരൂരിനെ നിലമ്പൂരിലേക്ക് കൊണ്ടുവരാഞ്ഞതിന്റെ നമുക്കറിയാമല്ലോ, അവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. 1-2 ദിവസം അൻവർ പറഞ്ഞ രാഷ്ട്രീയം, പിണറായി സവന്നോ എന്തൊക്കെയോ പറഞ്ഞ രാഷ്ട്രീയം അല്ലാതെ അവിടെ വേറെ ഒന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല. അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് വർഗീയത, തീവ്രത, ഇത്തരം കാര്യങ്ങളാണ്. ഒരു കക്ഷി ഇത്രയും നാൾ കൂടെ നിന്ന കക്ഷി വർഗീയനല്ല, ഞങ്ങളുടെ കൂടെ വരുമ്പോൾ വർഗീയനായിട്ട് മാറുന്നു, അദ്ദേഹം മതനിരപേക്ഷവനായിട്ട് മാറുന്നു. ഇപ്പുറത്തും അതേപോലെ തന്നെയാണ്. LDF-നും UDF-നും ഇത്തരം കാര്യങ്ങളിൽ ഒരേ നിലപാടായിരുന്നു. ഓരോരുത്തരെയും അവര് ഓരോ കൈകളിൽ താങ്ങി നിർത്തിയിരിക്കുകയാണ്, ഇടത്തും വലത്തുമായിട്ട് താങ്ങി നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ചായിരുന്നു ചർച്ചകൾ അവിടെ ഉണ്ടായിരുന്നത്. മറ്റു ചർച്ചകളൊന്നും അവിടെ കാര്യമായിട്ട് കണ്ടില്ല. ഇനി അതുവല്ലതുമാണോ വർഗീയതയെക്കുറിച്ചും തീവ്രവാദത്തെക്കുറിച്ചും ഒന്നും പറയാൻ ശശി തരൂരിന് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണോ അദ്ദേഹത്തെ മാറ്റി നിർത്തിയതെന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് ചിലപ്പോൾ അത്തരത്തിൽ ചില പരിമിതി ഉണ്ടായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ തരൂരിനെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലൊക്കെ അതിവിദഗ്ധമായിട്ട് സംസാരിക്കുന്നതാണ്, അതിമനോഹരമായിട്ട് സംസാരിക്കുന്ന ആള് തന്നെയാണ്. അപ്പൊ അതൊന്നും ആരും. പിന്നെ ഭാഷാ പ്രശ്നമൊന്നും സഹായിക്കാൻ സാധ്യതയില്ലല്ലോ. ഒന്നാം തരമായിട്ട് വിദേശത്ത് ജനിച്ചു വളർന്ന ആളാണെങ്കിൽ ഒന്നാം തരമായിട്ട് മലയാളം പറയും, ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നല്ല രീതിയിൽ മലയാളം പറയുന്ന ആളുമാണ് അദ്ദേഹം. പിന്നെ എന്താണ് അദ്ദേഹത്തിനോടുണ്ടായ യോഗ്യത, അത് പറഞ്ഞുകൂടാ. എന്തായാലും ഇത്തരത്തിൽ ഒരു അനിശ്ചിതാവസ്ഥയുടെ കേന്ദ്രത്തിലേക്ക് തന്നെ അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അൻവറാണ് പിന്നെ മറ്റൊരു വലിയ താരമായിട്ട് അവിടെ നിൽക്കുന്നത്. അൻവറും റോഡ് ഷോ നടത്തി കേട്ടോ. അൻവറോട് റോഡ് ഷോ നടത്തി. യൂസഫ് പഠാനെ പോലെയുള്ള ഒരു നേതാവിനെയാണ്, തൃണമൂലിന്റെ നേതാവാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന് അത് പ്രശസ്തിയുള്ളത്. അദ്ദേഹം അവിടെ വന്നിറങ്ങി വലിയ റോഡ് ഷോയൊക്കെ നടത്തി. അൻവർ അവകാശപ്പെടുന്നത് തന്നെയാണ്, ഞാൻ ജയിക്കുമെന്നാണ് പറയുന്നത്. LDF-ന് 25,000 വോട്ടേ ഉള്ളൂ ഈ മണ്ഡലത്തില്, അതുകൊണ്ട് അവർക്ക് അതിൽ കൂടുതലൊന്നും 25% വോട്ടിൽ കൂടുതലൊന്നും പിടിക്കത്തക്ക ശേഷിയില്ല, അതുകൊണ്ട് എനിക്കായിരിക്കും വോട്ട് കിട്ടുന്നെന്ന് പറയുന്നു. എന്തായാലും അതിശക്തമായ ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതാണെന്ന് തോന്നുന്നത്. പറഞ്ഞത് വിഷയങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ. കാട്ടുമൃഗങ്ങളെ കുറിച്ച്, വന്യജീവി ആക്രമണത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതേപോലെ തന്നെ നമ്മുടെ മന്ത്രി ശശീന്ദ്രൻ ചെന്ന് പന്നിക്കണി പെട്ടുപോയി. ആദ്യത്തെ ദിവസം ചെന്ന് പന്നിക്കണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നു. ആ കെണിക്കകത്ത് ചെന്ന് പെട്ടതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിനെ നിശബ്ദനാക്കി കളഞ്ഞു. അപ്പൊ അത്തരത്തിൽ 1-2 വിഷയങ്ങളല്ലാതെ അവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടു എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ രാഷ്ട്രീയം പറയാനുള്ള കഴിവുകേടായിരിക്കാം. അത്തരത്തിലുള്ള കഴിവുകേട് കൊണ്ട് വല്ലതും ആണോ അദ്ദേഹത്തെ മാറ്റി നിർത്തിയെന്നും അറിയത്തില്ല. പിന്നെ ഇപ്പൊ അവിടെ വെക്കുന്നത് സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന ചില പാർട്ട് ടൈം വർക്കേഴ്സ് ഉണ്ട് കേരളത്തിൽ. സാംസ്കാരിക നായകന്മാരെന്നാണ് കഴിഞ്ഞ ദിവസം അവരുടെ 10-25 പേരുടെ പടമൊക്കെ നിരത്തിക്കൊണ്ട് സ്വരാജിന് എന്നൊക്കെ പറഞ്ഞു. ഇവർ പാർട്ട് ടൈം സർവീസാണ് ചെയ്യുന്നത്. എല്ലാ സമയവും ഒരു ഫുൾ ടൈം കാണത്തില്ല ഇവര്. ഇവർക്ക് ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ മാത്രം ഇവർ പുറത്തിറങ്ങിയ ശേഷം ചില പ്രതികരണങ്ങളും ഒക്കെ നടത്തിയേച്ച് പറയും, ഞങ്ങൾക്ക് പിന്നെ വർഗബോധം, വർഗ സ്വഭാവം നമ്മൾ എന്നൊക്കെ പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള കുറച്ച് വാക്കുകൾ ഒക്കെ ഉപയോഗിച്ച് നമ്മള് പിന്നെ സ്വരാജിനെ ഇത്തരം കാര്യങ്ങളിൽ ജയിപ്പിക്കണം, അദ്ദേഹം ഒരുപാട് പരന്ന വായനയുള്ളയാളാണ് എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷെ ഇവരാരും ഈ ശരിയായ നിലപാടുകൾ അവർ പ്രകടിപ്പിക്കേണ്ട നിലപാടുകൾ ഉള്ള സമയത്ത് പ്രകടിപ്പിക്കത്തുമില്ല. ഇപ്പൊ ആശാവർക്കർമാര് എത്രാമത്തെ ദിവസമാണ് സമരം ചെയ്യുന്നത്? അവരാ മണ്ഡലത്തിൽ വന്നിട്ടുണ്ടല്ലോ, അവരെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ തുച്ഛമായ ഒരു വേതന വർധനവിന് വേണ്ടി സമരം ചെയ്യുന്നവരാണ്. അവരെ ആരെയും കണ്ടിട്ടില്ല, ഈ ഒരു സാംസ്കാരിക നായകനും കണ്ടിട്ടില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതേപോലെ തന്നെ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമായിരുന്നു. ഒരുപാട് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നടിമാർക്ക് പീഡനം ഉണ്ടായ സംഭവം, അതിനെ സംബന്ധിച്ച് ആരും പ്രതികരിച്ച് കണ്ടില്ല. ഈ പാർട്ട് ടൈമേഴ്സ് ആരും പ്രതികരിച്ച് കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ തെരഞ്ഞെടുപ്പായി പോന്നിട്ടുണ്ട്. സിനിമ നടന്, സീരിയൽ നടന്, ഇങ്ങനെയൊക്കെ എല്ലാം വളരെ ഊർജിതമായിട്ട് അവിടെ പ്രവർത്തിക്കുകയാണ്. ഇവർക്കൊക്കെ അവിടെ വോട്ടുണ്ടോ, ഇവരൊക്കെ അവിടെ എന്താ വന്ന് ചെയ്തത് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അവരൊക്കെ ചിത്രങ്ങൾ വരുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ ധാരാളമായിട്ട് ഇത്തരം ചിത്രങ്ങളും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ MDA തുടങ്ങിയത് കൊണ്ട് MDയിൽ തന്നെ വന്ന് ഇത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം വെറുതെ മരിക്കുന്നതിന് ഒരു 2 വർഷം 1.5 മുമ്പ് കോഴിക്കോട്ട് ഒരു യോഗ മുഖ്യക്കുന്ന യോഗമാണ്.
MT വാസുദേവന്റെ പശ്ചാത്തലം നമുക്കറിയാം. അദ്ദേഹം ഒരു ഇടതുപക്ഷ ചായ്വുള്ള ആളായിരുന്നു, ഇടതുപക്ഷ ആഭിമുഖ്യം ഉള്ള ഒരാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണല്ലോ നിർമാല്യം എന്നുള്ള സിനിമ വരെ അദ്ദേഹം എടുത്തു. ഇന്നത്തെ കാലത്താണെങ്കിൽ അങ്ങനെ ഒരു സിനിമ ഒന്നും എടുക്കാൻ പറ്റുകയല്ല കേട്ടോ. അദ്ദേഹത്തെ പറഞ്ഞതുപോലെ ആളുകൾ പിന്നെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. ശക്തമായിട്ട് പ്രതികരിച്ചു. നമ്മുടെ സംസ്ഥാന ഭരണത്തിനെതിരെ നമ്മുടെ അറിവിൽ നമ്മൾ കേട്ടതിൽ അതിശക്തമായിട്ട് പ്രതികരിച്ച ഒരേ ഒരു സാംസ്കാരിക നായകൻ MT വാസുദേവൻ നായർ. അന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. പരസ്യമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. മുഖ്യമന്ത്രിയോ മറ്റ് മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന വേദി വെച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ആരും പ്രതികരിച്ചില്ലല്ലോ. ഈ പാർട്ടി ഒരാളെയും കണ്ടില്ല. ഇത്തരത്തിലുള്ള പറഞ്ഞില്ലേ, എന്തെങ്കിലും ഉദരനിമിത്തം വേഷം കെട്ടുന്ന ഒരാളിനെ പോലും അന്ന് അവിടെ കണ്ടില്ല. അപ്പൊ അത്തരത്തില് സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച്, സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ ആരും കാണത്തില്ല. അവിടെ രാഷ്ട്രീയക്കാരും കാണത്തില്ല, സാംസ്കാരികക്കാരും കാണത്തില്ല. പാവം ജനം അവരിപ്രാവശ്യം പോയി വോട്ട് ചെയ്യും. അവർക്ക് പറ്റിയ ഒരാളിനെ അവർക്ക് കിട്ടുകയും ചെയ്യും. ഇതായിരിക്കും നിലമ്പൂരിൽ അവസാന ഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. എന്തായാലും നിലമ്പൂരിൽ ശശി തരൂരിനെ കോൺഗ്രസ് എത്തിക്കാതിരുന്നത് വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് വ്യക്തമാണ്. മറ്റു പലരെയും എത്തിച്ചിട്ടും ഇതാ നാളത്തോടുകൂടി നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുന്ന നിലമ്പൂർ ഇലക്ഷന്റെ ഒരു പ്രചാരണത്തിനാണ് ശശി തരൂരിനെ പോലെയൊരു രാഷ്ട്രീയ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകമായ ഒരാളെ എത്തിച്ചിട്ടില്ല. അത് ഒരുപക്ഷെ പ്രധാനമന്ത്രിയോട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളോട്, കേന്ദ്ര സർക്കാർ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളോട്, ഓപ്പറേഷൻ സിന്ദൂറിലടക്കം ശശി തരൂർ എടുത്ത ചില തീരുമാനങ്ങളുടെ അല്ലെങ്കിൽ ചില നിലപാടുകളുടെ അതിനെ ആശ്രയിച്ചുകൊണ്ടാണെന്നുള്ള കാര്യവും വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.